ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ ഭാഗമായ പീഠം കണ്ടെത്തി. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ തിരുവനന്തപുരം വെഞ്ഞാറമുട്ടെ വസതിയിൽ നിന്ന് പീഠം കസ്റ്റഡിയിലെടുത്തു. അതേസമയം പീഠം കാണാതായതിൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. അന്വേഷണ റിപ്പോർട്ട് ഈ മാസം 30-നകം കോടതിയിൽ ദേവസ്വം വിജിലൻസ് സമർപ്പിക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. ദ്വാരപാലക ശില്പം സ്പോൺസർ ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് ദേവസ്വം വിജിലൻസ് ശില്പത്തിന്റെ താങ്ങുപീഠം കണ്ടെത്തിയത്. ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് പീഠം വിജിലൻസ് കസ്റ്റഡിയിലെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായി വാസുദേവന്റെ വീട്ടിലാണ് പീഠം ആദ്യം സൂക്ഷിച്ചത്. കഴിഞ്ഞ 13-ാം തീയതിയാണ് പീഠം ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറ്റിയത്. കോടതി പരാമർശം വന്നതിന് പിന്നാലെ ശില്പം വാസുദേവന്റെ വീട്ടിൽ നിന്ന് മാറ്റുകയായിരുന്നു. അതേസമയം വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. കേസ് കോടതിയുടെ പരിഗണനയിലാണ്. വിജിലൻസ് SP കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി ഉണ്ടാകുമെന്നും ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് ജനം TVയോട് പറഞ്ഞു. ഇത് 2019 ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങളുടെ ദേവസ്വം വിജിലൻസ് SPയെയും സംഘത്തെയും ഇതെല്ലാം തന്നെ അന്വേഷിച്ച് ഈ മാസം 30-നുള്ളിൽ തന്നെ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് വളരെ കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് നമ്മുടെ വിജിലൻസ് SP കോടതിയിൽ സമർപ്പിക്കും. കോടതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട്. എങ്കിലും ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടുകൂടി അത്തരം കാര്യങ്ങൾക്ക് എല്ലാ ആശങ്കകളും അവസാനിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണത്തകടുകൾ അറ്റകുറ്റപ്പണിക്കായി മാറ്റിയ സമയത്താണ് ശില്പത്തിന്റെ താങ്ങുപീഠം കാണാനില്ലെന്ന ആരോപണവുമായി സ്പോൺസർ തന്നെ രംഗത്തെത്തിയത്. തുടർന്ന് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. 2019-ൽ ചെമ്പുപാളികൾ സ്വർണം പൂശിയ സമയത്ത് തന്നെ ദ്വാരപാലക ശില്പത്തിന് നിർമ്മാണം ആരംഭിച്ചിരുന്നു. പീഠം ഘടിപ്പിക്കുന്ന സമയത്ത് അളവിൽ വ്യത്യാസമുണ്ടെന്ന് ദേവസ്വം അധികൃതർ സ്പോൺസറെ അറിയിച്ചു. തുടർന്ന് എന്തു സംഭവിച്ചുവെന്ന് തനിക്കറിയില്ലെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ വ്യക്തമാക്കിയത്. കേസിൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയുടെ പക്കലെത്തിയതും ബന്ധുവീട്ടിലെത്തിയതുമടക്കമുള്ള നിരവധി ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത്. ജനം, തിരുവനന്തപുരം.